ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ചെറിയ ബിസിനസ്സുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക, എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ കഴിയുക. സത്യം പറയാമല്ലോ, വലിയ മാറ്റങ്ങളാണ് ചെറിയ ബിസിനസ്സുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബിസിനസ്സുകളെക്കാൾ വലിയ മാറ്റം ഉണ്ടാവുന്നത് ചെറിയ ബിസിനസ്സുകളിലാണ്. കാരണം എന്താ, ഒരാൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഇരുന്ന് ചെയ്തിരുന്ന പരിപാടികളൊക്കെ ഒറ്റ മണിക്കൂർ കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ ഒക്കെ മാറുന്ന തരത്തിലേക്ക് AI ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, പലപ്പോഴും ഈ AI സാങ്കേതിക വിദ്യ എന്താണെന്നോ അല്ലെങ്കിൽ ഇതുപയോഗിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്നോ എന്തൊക്കെ ടൂളുകളാണെന്നോ പോലും പലപ്പോഴും ഈ പഴയ അല്ലെങ്കിൽ ചെറുകിട ഇടത്തരത്തിലുള്ള ബിസിനസ്സുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അവരവരുടെ വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട മേഖലകളാണ് ഞാൻ പറയാൻ പോകുന്നത്. AI ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ബിസിനസ്സുകാർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള 4 പ്രധാനപ്പെട്ട മേഖലകൾ. ഏറ്റവും ആദ്യത്തെ മേഖല കസ്റ്റമർ സപ്പോർട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഞാൻ ആദ്യം പറയുന്നത്. കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മളെ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എടുക്കാൻ ആളുണ്ടാവില്ല, എടുത്താൽ കൃത്യമായി ഉത്തരം പറയാൻ ആളുണ്ടാവില്ല, പറഞ്ഞാൽ തന്നെ ശരിയായിട്ടുള്ള രീതിയിലാവണം നിർബന്ധമില്ല, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ പല കസ്റ്റമേഴ്സും റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ കസ്റ്റമർ സപ്പോർട്ട് സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. കസ്റ്റമർ സപ്പോർട്ടിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ ഇനി വളരെ എളുപ്പമാണ്. ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ടൊക്കെ വളരെ കൃത്യമായി, വാട്സാപ്പ് ഓട്ടോമേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യാനും, എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് വളരെ കൃത്യമായി ചോദിച്ച് അതിനാവശ്യമായിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. പണ്ട് കാലത്തും വലിയ കമ്പനികളൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത് വളരെ എളുപ്പത്തിൽ ചെറിയ കമ്പനികൾക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വികസിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ CRMനകത്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ ചാറ്റ് ബോട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മനോഹരം. ഒരു മനുഷ്യൻ ആൻസർ ചെയ്യുന്ന പോലെ തന്നെ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി കസ്റ്റമേഴ്സിൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഈ പറയുന്ന ചാറ്റ് ബോട്ടുകൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിക്കുക, നിങ്ങളുടെ കസ്റ്റമർ കെയർ ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് ഒരു വലിയ പരിധിവരെ, ഒരു 90% ഇന്ന് ചാറ്റ് ബോട്ടുകൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള സത്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി ഒരല്പം പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തൊക്കെ മെച്ചങ്ങളാണ് ഉള്ളത്? നല്ല ആളെ കണ്ടുപിടിക്കാനുള്ള സമയമോ അവരെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളോ ഒഴിവാക്കാം. ഒപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുകയും ഇതിൻ്റെ ഡാറ്റ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധ്യമാവുകയും ചെയ്യുമെന്നുള്ളത് എക്സൈറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമ്മളുടെ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ക്രയവിക്രയങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. എത്ര ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നു, എത്ര ഇൻഫ്ലോ ഉണ്ടാവുന്നു, ഏതൊക്കെ ക്ലയൻസിനാണ്, എത്രയൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ്. പലപ്പോഴും ഇതിനകത്തോട്ട് AI കടന്നു വരുമ്പോൾ നമുക്ക് കൃത്യമായ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. എവിടെയാണ് നമ്മൾ പൈസ കൂടുതൽ ചിലവാക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇനി പൈസ ചിലവാക്കാൻ പാടില്ലാത്തത്. ഈവൻ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയെന്ന് വിചാരിച്ചോളൂ. റെസ്റ്റോറൻറ്റിനകത്ത് ഏതൊരു പെർട്ടിക്കുലർ ഐറ്റത്തിനാണ് ഫുഡ് കോസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നത്, ഏതാണ് മെനുവിൽ നിന്ന് പാടെ മാറ്റിക്കളയേണ്ട ഐറ്റം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഫൈനാൻഷ്യൽ അനാലിസിസ് നടത്തി റെക്കമെൻഡേഷൻസ് നമുക്ക് തരുന്ന ലെവലിലേക്ക് ഫൈനാൻഷ്യൽ അനാലിസിസിനെ AI കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ അനാലിസിസിലും കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ സംരംഭകർ തീരെ ഉപയോഗപ്പെടുത്താത്തൊരു മേഖലയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയൊക്കെ ആശ്രയിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോരുന്ന ഫൈനാൻസിങ് എന്ന് പറയുന്ന പരിപാടി ഓട്ടോമേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഡിസിഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞു തരുന്നു എന്നുള്ളതാണ് AI കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പുള്ള ഒരു പരിപാടി, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. പലപ്പോഴും ഈ ഡോക്യുമെൻ്റ് എൻട്രി, വൗച്ചർ എൻട്രി, ഇങ്ങനെയുള്ള ഒരുപാട് എൻട്രി പരിപാടികൾ, ഡാറ്റ എൻട്രി, ഒരു വലിയ ഫോഴ്സിനെ വെച്ചായിരിക്കും വലിയ കമ്പനികളൊക്കെ ഇത് മാനേജ് ചെയ്യുന്നത്. ബില്ലുകൾ നോക്കുക, അത് പകർത്തിയെടുക്കുക, സൂക്ഷിച്ചു വയ്ക്കുക. ഇന്ന് AI ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം സ്കാൻ ചെയ്ത് ഇതിൻ്റെ ഡാറ്റയെല്ലാം ഓട്ടോമാറ്റിക്കലി ഡാറ്റയായി സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ആപ്പുകൾ വന്നിട്ടുണ്ട്. ഇത്തരം ആപ്പുകളാണ് തീർച്ചയായിട്ടും ഇനി ഈ എൻറ്റയർ ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത്. കാരണം അതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ക്യാമറയുടെ സഹായത്തോടു കൂടി ആ ബില്ലിനെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡാറ്റ മുഴുവൻ ക്യാപ്ചർ ചെയ്യുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള അനാലിസിസുകളും അക്കൗണ്ടിങ് പ്രാക്ടീസുകളും ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നു. ഇത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇതിനു വേണ്ടിയും AI ഉപയോഗിക്കാം.
ഹയറിംഗ് പ്രോസസ്സിന് AI ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല കമ്പനികളും ഇപ്പോൾ സാപ്പി ഹയർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കേരളത്തിൽ നിന്ന് തന്നെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ആക്ച്വലി ഒരുപാട് CV-കളൊക്കെ കിട്ടുമല്ലോ. ഈ CV-യിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ മാനുവലി നോക്കുമായിരുന്നു പണ്ട്. അപ്പോൾ ഒരുപാട് എററുകളൊക്കെ സംഭവിക്കാം. ഇതങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ട് അതിൻ്റെ കോണ്ടന്റ് മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള CV-കൾ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്ത് തരാൻ പറ്റുന്ന സംവിധാനം. അപ്പം തന്നെ ഒരുപാട് മാൻ പവർ നമുക്ക്, ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈവൻ കൃത്യമായി ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്താൻ പറ്റുന്ന സംവിധാനവും ഈ പറയുന്ന ഹയറിംഗ് പ്രോസസ്സിനകത്ത് AIക്ക് ചെയ്തു തരാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖലകൾ. ഇനിയിപ്പോൾ ഇതല്ലാതെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ഏറ്റവും അധികം ചെയ്യാൻ സാധിക്കുന്നത് AI ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടിയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു ബിസിനസ്സിൻ്റെ എല്ലാ മേഖലകളിലും AI കടന്നു വന്നിട്ടുണ്ട്. ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും AI ഇന്ന് പോസിബിളാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം AI ഉപയോഗിച്ചിട്ട് തന്നെയാണ്, റോബോട്ടിക്സ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഇൻവെൻ്ററി മാനേജ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. പക്ഷേ ഒരു ചെറുകിട സംരംഭകന് പോലും ഇനിയിപ്പോൾ ഒരു കോണ്ടന്റ് എഴുതാനോ, ഒരു ഇമെയിൽ എഴുതാനോ, അല്ലെങ്കിൽ ഒരു റിപ്ലൈ, അല്ലെങ്കിൽ ഒരു കമൻറ്റ് നല്ല രീതിയിൽ എഴുതാനോ ഒക്കെ ChatGPT അടക്കമുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള AI ടെക്നിക്കുകളും പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സാധ്യമാണ്. ഇതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ മാൻ പവർ, നിങ്ങളുടെ റിസോഴ്സസ് വളരെ വിലപ്പെട്ടതാണ്. അതിനെ എത്രമാത്രം ഒപ്റ്റിമൈസ് ചെയ്യാമോ അത്രമാത്രം ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുക AI ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പതിയെ ഈ ബിസിനസ് രംഗത്ത് നിന്ന് ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.